ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2024 വിഷുഫലമായിട്ട് വന്നിരിക്കുന്ന മഹം നക്ഷത്രമാണ്. മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മേടമാസത്തിൽ മഹം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും അവർക്ക് വന്നു ഭവിക്കുന്നതാണ്. നിലവിലെ ദോഷങ്ങളൊക്കെ മാറി നല്ല കർമ്മസാഫല്യത്തോടുകൂടിയും ഒരു കർമ്മത്തിൽ വിഘ്നവും കൂടാതെ മേടമാസത്തിൽ അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ അവർക്ക് നടക്കും. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. നമ്മൾ ചോറ്റാനിക്കരയെ പോയി വഴിപാട് ചെയ്യേണ്ടത് ദേവിക്ക് ശർക്കര കൊണ്ട് നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും മഹനക്ഷത്രക്കാർക്ക്. അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ഇടവമാസം നോക്കാം. ഇടവമാസത്തിലെ മഹനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ അവർ അനുഭവിച്ച ദുരിതത്തിനൊക്കെ ഒരു പരിഹാരമാണ്. അതായത് സാമ്പത്തിക ലാഭം അവർക്ക് നല്ലപോലെ വന്നു ചേരുന്നതായിരിക്കും. അവർ ഏത് തൊഴിൽ രംഗത്ത് പോയാലും ഏത് രീതിയിൽ കഷ്ടപ്പെട്ടാലും സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി മാസം 5000 രൂപ സാലറി മേടിക്കുന്നത് ഇരിക്കട്ടെ, ആ വ്യക്തിക്ക് 5000 രൂപ കയ്യിലൊതുങ്ങും. അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചെലവുകളൊന്നും ബാധിക്കത്തില്ല. സാലറി കിട്ടുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വന്ന്, ഇല്ലെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ്, ഇല്ലെങ്കിൽ ഓരോരോ കടക്കാരുകൾ വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പൈസ അവർക്കൊക്കെ റോൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ, അപ്പോൾ വീണ്ടും നമ്മൾ കടം മേടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം മകം നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ ധനലാഭം ഉണ്ടാകും. അതായത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ദോഷങ്ങൾ മാറുവാനും ധനലാഭത്തിനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാടെന്ന് വെച്ചാൽ മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നെല്ലുകൊണ്ട് മഹാലക്ഷ്മി ഹോമം ചെയ്യാൻ പറയുക. അത് അവിടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാ മലയാള മാസം 1-ാം തീയതി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ അങ്ങനെ അവിടെ ക്ഷേത്രങ്ങളിൽ ചെയ്ത് തന്നില്ലെങ്കിൽ പൈസ വളരെ കൂടുതലാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിപ്പം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ ഭക്തജനങ്ങൾ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും മഹാലക്ഷ്മി ഹോമം. അപ്പോൾ മിഥുനമാസം നോക്കാം. മിഥുനമാസത്തിൽ മഹം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മഹം നക്ഷത്രക്കാർക്ക് മിഥുനമാസം വളരെയധികം സന്തോഷാനുഭവങ്ങൾ തരുന്ന ഒരു മാസമായിരിക്കും. അതായത് അവർക്ക് ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉടൻ തന്നെ നമ്മൾ മന്ത്രത്തിന്റെ പുറകെ പോകാതെ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ഒപ്പം തന്നെ നമ്മൾ മരുന്നും മന്ത്രവും വേണമല്ലോ വിശ്വാസപ്രകാരം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാര കഴിച്ച് ആ ധാരയുടെ തീർത്ഥം നമ്മുടെ ശരീരത്തൊന്നും കുടയുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പം മിഥുനമാസം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള സന്തോഷാനുഭവങ്ങൾ കിട്ടും. ഒപ്പം തന്നെ അസുഖങ്ങൾ മാറും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി ധാര കഴിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പം അതിനുള്ള പരിഹാര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കർക്കിടക മാസം നോക്കാം. അപ്പോൾ കർക്കിടക മാസം കഴിഞ്ഞ കുറേ കാലങ്ങളായി മഹം നക്ഷത്രക്കാർക്ക് വിവാഹ രീതികൾ ഏതെങ്കിലും രീതി ബുദ്ധിമുട്ടി പ്രശ്നങ്ങൾ. ഇപ്പോൾ വിവാഹം വരും, വിവാഹം നടക്കുന്നില്ല, നേരത്തെ കണ്ട വിവാഹം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിവാഹം ആലോചന മുടങ്ങിയ മഹം നക്ഷത്രക്കാർക്ക് ഏകദേശം കർക്കിടക ആകുമ്പോഴത്തേക്ക് ആ ആലോചനകളൊക്കെ ശുഭമായി വരും. അതായത് നമ്മൾ നേരത്തെ കണ്ട വിവാഹം എനിക്ക് നിങ്ങളെ തന്നെ മതി, ഇല്ലെങ്കിൽ വിവാഹം നോക്കുന്നവരെ കൊണ്ടെങ്കിൽ കർക്കിടകത്തിൽ അത് ഉറപ്പിച്ച് വെക്കാം. പിന്നെ നല്ലൊരു അനുയോജ്യമായ മാസം നോക്കി നമുക്ക് വിവാഹം നടത്താം. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ കാര്യങ്ങൾ മാറാൻ വേണ്ടി മുല്ലപ്പ് കൊണ്ട് പാർവതി ദേവിക്ക് സ്വയംവര മന്ത്ര അർച്ചന നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പം നിലവിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു ഉത്തമമായ കർമ്മിയെ കൊണ്ട് അതിൻ്റെ ദോഷങ്ങൾ നോക്കണം. നമുക്ക് ഗ്രഹനില പ്രകാരം 7-ാം ഭാവത്തിൽ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഏത് ഗ്രഹമാണ് ആ ഗ്രഹത്തിന് നമ്മൾ പരിഹാരം കൂടെ ചെയ്യുമെങ്കിൽ മാത്രം നമ്മുടെ വിവാഹ കാര്യങ്ങൾ സ്പീഡപ്പാത്തുള്ളൂ. ഒപ്പം തന്നെ അതിൽ കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് മഹം നക്ഷത്രക്കാരുടെ വിവാഹ കാര്യങ്ങൾ ശുഭകരമായിട്ട് നടക്കും. അപ്പം നമ്മുടെ ഗ്രഹനില എനിക്ക് അയച്ചു വരുവാണെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് സ്വയംവര പാർവതിക്ക് നമ്മൾ സ്വയംവര മന്ത്രം കൊണ്ട് മുല്ലപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിങ്ങമാസം നോക്കാം. മഹം നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തിലെ മഹം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീണ്ടും സന്തോഷിക്കാം. തൊഴിൽ പുരോഗതി. അതായത് നമ്മൾ നേരത്തെ ജോലികൾ ചെയ്യുമ്പോൾ മുതലാളിമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഇവൻ ശരിയല്ല, ഇപ്പം പൈസ മാത്രം മതി. അതായത് സ്റ്റാഫുകളുടെയൊക്കെ ഒരു അവഗണന, അവത്തിൽ നിന്നൊക്കെ മാറി നമുക്ക് ഉയർന്ന തലത്തിലേക്കുള്ള ഒരു പോസ്റ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ മകം നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള തൊഴിൽ പുരോഗതി കിട്ടുന്നതായിരിക്കും. നിലവിൽ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ജോലി കിട്ടും. കഷ്ടകാലങ്ങളൊക്കെ മാറി നമുക്ക് ജോലി ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് സന്തുഷ്ട അനുഭവങ്ങൾ മകം നക്ഷത്രക്കാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ജോലിയുടെ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചിങ്ങമാസത്തിൽ
നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടെന്ന് വെച്ചാൽ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന, അശ്വാരൂഢ മന്ത്ര അർച്ചന, ദുർഗാസങ്കല്പമുള്ള ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാനാണ്. ചൊവ്വ വെള്ളി ചെയ്യുക. ജോലിക്ക് പോകുന്ന മകൻ നക്ഷത്രക്കാരാണെങ്കിൽ അവധിയുള്ള ദിവസം ഞായറാഴ്ച ചെയ്താലും മതി. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് കന്നിമാസം നോക്കാം. കന്നിമാസം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ഇച്ചിരി നേത്രരോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. ഉദാഹരണം, നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ണിൽ പൊടി അടിച്ചിട്ട് കണ്ണ് ചൊറിഞ്ഞു തടിക്കുക, ഇല്ലെങ്കിൽ കണ്ണിനിൽ കൂടെ എപ്പോഴും വെള്ളം തരിക, ഇല്ലെങ്കിൽ കണ്ണു സൂക്കിയിട്, അങ്ങനെ നേത്ര സംബന്ധമായ അസുഖങ്ങളും എന്തെങ്കിലും മകൻ നക്ഷത്രക്കാർക്ക് കന്നിമാസം വരുമെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ദോഷകാരനായി നിൽക്കുന്ന ചന്ദ്രന്റെ ദോഷം മാറി നമുക്ക് ഈ ഒരു ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഒപ്പം തന്നെ ഈശ്വരാനുഗ്രഹം നേടും കൂടെ ചെയ്യണം ഈ ഒരു കന്നിമാസത്തിൽ. അപ്പോൾ ഇതിനുള്ള പരിഹാരമാണ് പറഞ്ഞത്. അതായത് കരിക്കഭിഷേകം ചെയ്യുമ്പോൾ തലേദിവസം ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ രാവിലെ കരിക്കഭിഷേകം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ദോഷത്തിന് പരിഹാരം കൂടെ കിട്ടുന്നതായിരിക്കും. ഒപ്പം നമുക്ക് തുലാമാസം നക്ഷത്രക്കാരെ നോക്കുവാണെങ്കിൽ കടം കൂടും. അതായത് നിലവിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇവര് വീണ്ടും സാമ്പത്തികം മേടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കരുത്. കൂട്ടുകാർക്ക് നമ്മൾ ജാമ്യോ മറ്റുള്ള കാര്യങ്ങളൊന്നും നിൽക്കരുത്. നമ്മൾ ആർക്കും കടം കൊടുക്കുകയോ ചെയ്യരുത്, കടം മേടിക്കുകയും ചെയ്യരുത്. അപ്പോൾ തുലാമാസത്തിൽ മകം നക്ഷത്രക്കാർ പ്രത്യേകം അധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട രണമോചന മന്ത്ര അർച്ചന ഗണപതിക്കോ ഇല്ലെങ്കിൽ ദേവിക്കോ നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മുടെ ഈ അർച്ചന ചെയ്ത പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കും. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ചില ഭക്തരോട് ഇരിക്കുന്നത് ജോലിക്ക് പോകുമ്പോൾ ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ശുദ്ധമായ നമ്മുടെ ബാഗിൽ വെക്കുക. വണ്ടി ഉണ്ടെങ്കിൽ ആ പ്രസാദം നമ്മൾ വണ്ടിയിൽ വെച്ചാൽ, ചിലരെ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബൈക്കിൽ വെച്ചാൽ, അപ്പോൾ നമ്മൾ വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് ആ പ്രസാദം എടുത്ത് വീട്ടിലുള്ളവരെ കൊണ്ട് തന്നെ പൂജാമുറിയിലോ ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ ഒരു പരിഹാരമാണ്. അത് കടബാധകൾ മാറാനും കടം സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഒപ്പം തന്നെ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വൃശ്ചിക മാസം, വൃശ്ചിക മാസത്തിൽ അവരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും ഒരു ലാഭം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക ലാഭം. അവർ എന്ത് തൊഴിൽ നേടിയാലും എന്ത് ജോലി പ്രവേശിച്ചാലും ഏതൊരു കാര്യം ചെയ്താലും അവർക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകാത്ത ഒരു മാസവും കൂടെയാണ് വൃശ്ചിക മാസം. ഞാൻ വളരെയധികം എടുത്തു പറയുകയാണ്. ഈ ഒരു വൃശ്ചിക മാസത്തിലെ ദോഷങ്ങൾ മാറാൻ നമ്മൾ ചോറ്റാനിക്കര ദേവിക്ക്, അതായത് ചോറ്റാനിക്കര അമ്മയ്ക്കോ വീടിൻ്റെ അടുത്തുള്ള ദുർഗാസങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിലെ ദേവിക്ക് ഒരു മുല്ലപ്പൂ മാല മേടിച്ചിരുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ചോറ്റാനിക്കര മാല മേടിക്കുമ്പോൾ ദേവസ്വത്തിൽ തന്നെ കിട്ടും. അങ്ങനത്തെ മാല അവിടെ അകത്ത് എടുക്കാറുള്ളൂ. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്ന ഭക്തർക്ക് അറിയാലോ. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് ദേവിക്ക് മുല്ലപ്പൂ മാല. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ മകനക്ഷത്ര കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ ധനുമാസത്തിൽ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ അനുഭവിച്ച ശത്രു ദുരിതങ്ങൾ, ശത്രുദോഷത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, നമ്മൾ പല രീതിയിൽ ഹോമങ്ങളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ശത്രുദോഷത്തിന് പരിഹാരം കിട്ടുന്നില്ല. ആ ഒരു ശത്രുവിൻ്റെ ഒരു ദോഷങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ നീക്കി ശത്രുദോഷം മാറി നമ്മുടെ കാര്യങ്ങൾ വീണ്ടും സ്പീഡപ്പായിട്ട് വരുന്നതാണ്. തൊഴിൽ പുരോഗതി, ഐശ്വര്യം, വിവാഹം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു മാസം കൊണ്ടാണ് ധനുമാസം. ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മഹാദേവ ക്ഷേത്രത്തിൽ അഹോര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതൊരു 12 ആഴ്ച ചെയ്തത് നല്ലതാണ്. ഒപ്പം തന്നെ ദോഷങ്ങൾ മാറാൻ വേണ്ടി അഹോരമൂർത്തി, അതായത് ഏറ്റുമാനൂര് ദർശനം നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അപ്പോൾ ധനുമാസത്തിൽ മകം നക്ഷത്രക്കാർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി പരിപാടികൾ അവിടെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മകരമാസത്തിൽ അവർക്ക് ചെറിയ ചെറിയ വിവാഹ തടസ്സങ്ങൾ വരും. അതായത് ബന്ധുക്കാരും നാട്ടുകാരും പരിസരവാസികളും കൂട്ടുകാരെയൊക്കെ ചേർന്ന് നമുക്ക് വരുന്ന വിവാഹ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ ഇടയുള്ളതിനാൽ വളരെയധികം കരുതലോട് വേണം നമ്മൾ ഇരിക്കാൻ. അപ്പോൾ ഈ ഒരു ദോഷം മാറാൻ വേണ്ടി ശനീശ്വരന് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട കർമ്മത്തിൽ ശനി ഭഗവാനെ നമ്മൾ കരിക്കുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും കരിക്കഭിഷേകം പറയുന്നത് എന്താ വെച്ചാൽ തണുത്തിരിക്കുന്ന ശനിയെ പ്രകൃതിയാലുള്ള ജലം കൊണ്ട് ശുദ്ധമാക്കാൻ വേണ്ടിയാണ് നമ്മൾ കരിക്ക് ജലം ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കരിക്കിൻ്റെ അഭിഷേകം നമ്മൾ ശനി ഭഗവാനെ നമ്മുടെ പേരും നക്ഷത്രവും പറയുമ്പോൾ നമുക്ക് ശനിയുടെ നെഗറ്റീവ് എനർജി മാറി നമ്മുടെ കാര്യങ്ങൾ സ്പീഡപ്പെട്ട് എടുക്കുക. അപ്പം മകരമാസത്തിൽ വരുന്ന വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറി അത് അനുകൂലമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശനി ഭഗവാനെ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭക്തങ്ങളുടെയും ഈ പറയുന്ന മകരമാസത്തിലുള്ള വിവാഹ തടസ്സം തന്നെ മൊത്തത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ഇതൊരു 3 തവണ അടുപ്പിച്ച് ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അടുപ്പിച്ച് ചെയ്യുന്ന 3 ദിവസം പറ്റുമെങ്കിൽ പോയി തൊഴുക, ഇല്ലെങ്കിൽ തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് പറഞ്ഞു തന്നത്. അപ്പം തന്നെ കുംഭമാസത്തിൽ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ജോലിക്ക് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതായത് മേലെ ഉദ്യോഗസ്ഥന്മാരുടെ വഴക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കും. ഒരിക്കലും ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പെട്ടെന്ന് ചൂടാകുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും തൊഴിൽ തടസ്സങ്ങളും നഷ്ടങ്ങളും വരാതിരിക്കാൻ വേണ്ടി
നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബദേവതയെ സങ്കല്പിച്ച് മാസം കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുന്ന ഉത്തമമായിരിക്കും. അപ്പോൾ ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി അശ്വാരൂഢ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. മകം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ വീണ്ടും മകം നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാം. അതായത് ഇതുവരെ മുടങ്ങിയ ആലോചനകളൊക്കെ തിരികെ വരും, വിവാഹം നടക്കും. ഒപ്പം തന്നെ നമ്മുടെ പിണങ്ങിയിരുന്ന ബന്ധുക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ നമ്മളോട് ഇണങ്ങി വരുന്നതായിരിക്കാം. അങ്ങനെ നമുക്ക് സന്തോഷിക്കാനുള്ള ഒത്തിരി വകയുണ്ട്. നിലവിൽ വാഹനമില്ലാത്ത മകം നക്ഷത്രക്കാർക്ക് വാഹനം മേടിക്കാൻ, നിലവിൽ വാഹനമുള്ള മകം നക്ഷത്രക്കാർക്ക് വാഹനം വീണ്ടും മേടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഹോട്ടൽ മേഖല, അതായത് ഹോട്ടൽ മേഖലകളിലൊക്കെ വീണ്ടും ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ, നല്ല നല്ല ജോലിയും കിട്ടാനുള്ള ഒരു മാസമാണ് മീനമാസം. അപ്പം മീനമാസത്തിലെ തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സുദർശന മന്ത്ര അർച്ചന, അതായത് നെഗറ്റീവിനെ പോസിറ്റീവാക്കി ആക്കാനുള്ള കാര്യങ്ങളാണ് സുദർശന മന്ത്രത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ തടസ്സങ്ങൾ മാറും, ശത്രുദുരിതം മാറും, എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങളുടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ടാണ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ മകം നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗം ചിലവർക്ക് ഉണ്ടാകത്തില്ല. ചിലർ പറയും എൻ്റെ ജാതകത്തിൽ 25 വയസ്സ് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം 25 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്കും നല്ല ഫലങ്ങളില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ എണ്ണ കൊണ്ട് കൊടുക്കാതിരിക്കുക, രക്ഷസിനെ അവിടെ പാൽപ്പായസം കൊടുക്കാതിരിക്കുക, അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാതൊക്കെ ഇരിക്കുക. ഈ ഒരു ദോഷം കൊണ്ടൊക്കെ നമ്മുടെ ജാതകത്തിലെ ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ട ആരെന്ന് വെച്ചാൽ നമ്മുടെ ദേശത്തെ ദേവത, പിന്നെ ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പത്തിന് എണ്ണ കൊണ്ട് കൊടുക്കണം, അവിടെ രക്ഷസുണ്ടെങ്കിൽ രക്ഷത്തിന് പാൽപ്പായസം കൊടുക്കണം, അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ പോകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ മകം നക്ഷത്രക്കാർ ജാതകത്തിലെ നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം ഉണ്ടാകത്തില്ല. അതേസമയം ഇത്രയും കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ജാതകത്തിൽ പറയുന്ന പോലെ എല്ലാ ഭാഗ്യങ്ങളും മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അവർക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഈശ്വരനെ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ മകം നക്ഷത്രക്കാർ എന്തെങ്കിലും വിധത്തിൽ ജാതകത്തിലെ ഫലങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതാണ്, ആ ഈശ്വരനോട് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മകം നക്ഷത്രക്കാർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു നക്ഷത്രമായിട്ട് വരുന്നതാണ്. നമസ്കാരം.